ഹായ് ഫ്രണ്ട്സ്, ടെക്സാസിറ്റിയുടെ അടുത്ത ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു മോഡ്യൂളിലെ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ തന്നെ പല കോമ്പറ്റേറ്റീവ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു മോഡ്യൂളാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. വെൽഡിംഗ് എന്നുള്ള ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എന്തായാലും, മിനിമം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എന്തായാലും ഏതൊരു ടെക്നിക്കൽ എക്സാമിനും കാണും. ഓക്കെ, എന്താണ് വെൽഡിംഗ്, അതുപോലെ എന്താണ് ഗ്യാസ് വെൽഡിംഗ്, അതിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വെൽഡിംഗ് നിങ്ങൾക്കറിയാം, അതൊരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. വെൽഡിംഗ് ഈസ് എ മെറ്റീരിയൽസ് joining process which produces coalescence of materials by heating them to suitable temperatures with or without the application of pressure, or by the application of pressure alone, and with or without the use of filler material. അതായത് ഒരു ജോയിനിങ് പ്രോസസ്സാണ്, മെറ്റീരിയൽ ജോയിനിങ് പ്രോസസ് ആണെന്നറിയാം. ഹീറ്റ് കൊടുത്തുകൊണ്ട് എന്താണ്, പ്രഷറിൻ്റെ ആപ്ലിക്കേഷനോ ഇല്ലാതെയോ ഫില്ലർ മെറ്റീരിയൽ ഇതിൻ്റെ യൂസേജ് ചിലടത്ത് യൂസ് ചെയ്യുന്നു, ചിലടത്ത് യൂസ് ചെയ്യാതെയോ നമുക്ക് മെറ്റലിനെ ജോയിനിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതായത് ആദ്യമൊക്കെ വെൽഡിംഗ് ചെയ്തുകൊണ്ടിരുന്നത്, വെൽഡിംഗ് അല്ല, ആദ്യം മെറ്റൽ ജോയിനിങ് എന്ന് പല മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അറിയാവുന്ന റിവെറ്റിംഗ് ആണ്. റിവെറ്റ് അടിച്ചുകൊണ്ടാണ് നമ്മൾ മെറ്റൽ, രണ്ട് പീസ് മെറ്റലിനെ അല്ലെങ്കിൽ രണ്ട് ഷീറ്റ് മെറ്റലിനെയൊക്കെ നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ പല ഡിസഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു പുതിയ മെത്തേഡിലേക്ക് വന്നത്, വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു പെർമനന്റ് ജോയിന്റ് ആണ്. റിവെറ്റിനേക്കാൾ അഡ്വാൻറ്റേജ് കൂടുതലാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള വെൽഡിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ജോയിന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. റിവെറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും എഫേർട്ടാണ്, അത് പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പെർമനന്റ് ജോയിന്റ് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ജോയിന്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് പല യൂസ് നമുക്കറിയാം വെൽഡിംഗ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് എക്സാമ്പിൾ പറയുന്നത് ഓട്ടോമൊബൈൽ ബോഡീസ്, എയർക്രാഫ്റ്റ് ഫ്രെയിം, റെയിൽവേ വേഗൺസ്, മെഷീൻ ഫ്രെയിം, സ്ട്രക്ചറൽ വർക്ക്സ്, നമ്മളെ സ്ട്രക്ചറൽ വർക്ക്, ഷിപ്പ് ബിൽഡിംഗ്, റിപ്പയർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രസ് ഉണ്ടാക്കാൻ എല്ലാം വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് രണ്ട് മെയിൻ ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് പ്ലാസ്റ്റിക് വെൽഡിംഗ് അല്ലെങ്കിൽ പ്രഷർ വെൽഡിംഗ്, രണ്ടാമത് ഫ്യൂഷൻ വെൽഡിംഗ് ഓർ നോൺ പ്രഷർ വെൽഡിംഗ്. ഞാൻ പറയുന്നത് പ്രഷർ കൊടുത്തും അല്ലെങ്കിൽ പ്രഷർ കൊടുക്കാതെയുള്ള വെൽഡിംഗ് ആണ്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വെൽഡിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റൽ പീസിനെ ഹീറ്റ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് കൺവേർട്ടായി, അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാകുമ്പോൾ നമ്മൾ അതിനെ ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോഴ്സ് ചെയ്ത് ആ വെൽഡിങ് പൂർത്തീകരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് വെൽഡിംഗ് ഓർ പ്രഷർ വെൽഡിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റെസിസ്റ്റന്റ് വെൽഡിംഗ്. ദെൻ രണ്ടാമത് ഫ്യൂഷൻ വെൽഡിംഗ് അല്ലെങ്കിൽ നോൺ പ്രഷർ വെൽഡിംഗ്. ഫ്യൂഷൻ വെൽഡിംഗ് എന്നാണ് നമ്മൾ ഗ്യാസ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റലിനെ ഒരു മോൾട്ടൺ സ്റ്റേറ്റിലാക്കി നമുക്ക് എവിടെയാണോ വെൽഡ് ചെയ്യേണ്ടത് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അപ്ലൈ ചെയ്യുന്നു, അത് അവിടെ നിന്ന് സോൾഡിഫൈ ചെയ്യുന്നു. സോൾഡിഫൈ ചെയ്ത് നമുക്ക് അവിടെ ഒരു വെൽഡഡ് ജോയിന്റ് കിട്ടുന്നു. അപ്പോൾ ഈ രണ്ട് ടൈപ്പാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർജ് ഓർ പ്രഷർ വെൽഡിംഗ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് പ്ലാസ്റ്റിക് വെൽഡിംഗ്. എക്സാമ്പിൾ പറയുന്നത് റെസിസ്റ്റന്റ് വെൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലുണ്ട് റെസിസ്റ്റന്റ് വെൽഡിംഗ് ഉണ്ട്, അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഫോർജ് ഓർ പ്രഷർ വെൽഡിംഗ് എന്ന് വെച്ചാൽ വിത്തൗട്ട് അഡീഷണൽ ഫില്ലർ മെറ്റീരിയൽ, നമ്മൾ പ്രഷർ കൊടുത്താണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹീറ്റ് വെച്ചിട്ടുണ്ട്, കോൾഡ് പ്രഷർ വെൽഡിംഗ് ഉണ്ട്, അതിൽ തന്നെ ഫോർജ് വെൽഡിംഗ് ഉണ്ട്, ഫ്രിക്ഷൻ വെൽഡിംഗ് ഉണ്ട്, ദെൻ റെസിസ്റ്റൻസ് വെൽഡിംഗ് ഉണ്ട്. റെസിസ്റ്റൻസ് വെൽഡിംഗ് അത് തന്നെ സീം വെൽഡിംഗ്, സ്പോട്ട് വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, അപ്സെറ്റ്, ഫ്ലാഷ്, ഇങ്ങനെ പല വെൽഡിങ്ങുകളുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രഷർ വെൽഡിംഗ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫില്ലർ മെറ്റൽ യൂസ് ചെയ്യുന്നില്ല. ആ പാരന്റ് മെറ്റൽ തന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാക്കിയതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുന്നു, അത് നമ്മൾ മറ്റൊരു അല്ലെങ്കിൽ രണ്ട് മെറ്റീരിയൽ, ബേസ് മെറ്റലും മറ്റേ നമുക്ക് വെൽഡ് ചെയ്യേണ്ട മെറ്റീരിയലും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ പ്രഷർ ചെയ്ത് നമ്മൾ വെൽഡ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് അടുത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും.
രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ഫ്യൂഷൻ ഓർ നോൺ പ്രഷർ വെൽഡിങ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫില്ലർ മെറ്റലും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ വരുന്നത് ഇലക്ട്രിക് ആർക്ക്, ഗ്യാസ് വെൽഡിങ്, കെമിക്കൽ റിയാക്ഷൻ വെൽഡിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ ഇലക്ട്രിക് ആർക്ക് തന്നെ പല ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഗ്യാസ് വെൽഡിങ് ആണ്. ബിക്കോസ് ഗ്യാസ് വെൽഡിങ് ആണ് ആക്ച്വലി ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് വെൽഡിങ് എന്ന് നമുക്ക് പറയാം. ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് വെൽഡിങ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഗ്യാസ് വെൽഡിങ് എങ്ങനെയാണ്? ഗ്യാസ് വെൽഡിങ് ഈസ് ഒരു വെൽഡിങ് പ്രോസസ് ആണ്. ഹിയർ ദ കോളസൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് വിത്ത് എ ഗ്യാസ് ഫ്ലെയിം ഓർ ഫ്ലെയിംസ് without the application of pressure. നമ്മൾ പ്രഷർ കൊടുക്കണമെന്നില്ല, നമ്മളിവിടെ പ്രഷർ ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഓർ without the filler മെറ്റീരിയൽ ഇല്ലാതെ നമ്മൾ ചെയ്യാറുണ്ട്. ആക്ച്വലി ഗ്യാസ് വെൽഡിങ് ഇത്രയേ ഉള്ളൂ. ആക്ച്വലി എന്ന് വെച്ചാൽ ഒരു വെൽഡിങ് പ്രോസസ്സ്, ഇവിടെ നമുക്ക് മെറ്റൽ ഫ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗ്യാസ് ഫ്ലെയിം ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാസ് വെൽഡിങ് എന്ന് പറയുന്നത്. പ്രഷർ ഗ്യാസ് വെൽഡിങ് ഉണ്ട്, പ്രഷർ കൊടുക്കുന്ന ടൈപ്പും ഉണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പ്രഷർ ഗ്യാസ് വെൽഡിങ് അല്ല കൊടുക്കുന്നത്, സാധാ വെൽഡിങ് ആണ് പറയുന്നത്. നമ്മൾ പറയുന്നത് ഓക്സി ഫ്യൂവൽ ഗ്യാസ് വെൽഡിങ് എന്ന് പറയുന്നത്. അതായത് ഓക്സിജനും ഫ്യൂവലും, ഓക്സി ഫ്യൂവൽ, OFW, ഓക്സി ഫ്യൂവൽ ഗ്യാസ് വെൽഡിങ് എന്നാണ് പറയുന്നത്. അതായത് ഓക്സിജനും വേറൊരു ഫ്യൂവൽ ഗ്യാസും കൂടി എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു അല്ലെ. മെറ്റൽ ഹീറ്റ് ചെയ്ത് നമുക്ക് മെറ്റലിനെ മോൾട്ടൺ സ്റ്റേറ്റിലാക്കിയതിന് ശേഷം മെറ്റൽ മൾട്ടിപ്പിൾ പീസസിനെ എന്ത് ചെയ്യുന്നു, ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം യൂട്ടിലൈസസ് ഓക്സിജൻ ആൻഡ് ഫ്യൂവൽ ഗ്യാസ് ടു ഹീറ്റ് മെറ്റൽ until it is in a molten state and fuse multiple pieces of metal together. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓക്സി ഫ്യൂവൽ ഗ്യാസ് വെൽഡിങ്. ഇനി ഈ ഫ്യൂവൽ എന്തൊക്കെയാണ്? നമ്മൾ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാൻ പല ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടേൻ യൂസ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്, അസറ്റ്ലീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അസറ്റ്ലീൻ ആണ്. അപ്പോൾ ഓക്സിജൻ അസറ്റ്ലീൻ വെൽഡിങ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഓക്സിജൻ അസറ്റ്ലീനെ യൂസ് ചെയ്യാൻ കാരണം അസറ്റ്ലീനിന് ഹൈ ടെമ്പറേച്ചർ മറ്റ് ഗ്യാസുകൾ അപേക്ഷിച്ച് ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ദ റേഞ്ച് ഓഫ് 3200 ഡിഗ്രി സെൽഷ്യസ്. ബാക്കിയുള്ള 2000-2500 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ വരുമ്പോൾ അസറ്റ്ലീന് ഹൈ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് OAW അല്ലെങ്കിൽ ഓക്സി അസറ്റ്ലീൻ വെൽഡിംഗ് ആണ്. നമ്മൾ ഗ്യാസ് വെൽഡിംഗ് പറയുമ്പോൾ തന്നെ നമ്മൾ മെയിൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫ്യൂഷൻ ഓഫ് മെറ്റൽ ഈസ് അച്ചീവ്ഡ് ബൈ പാസിംഗ് ദി ഇന്നർ കോൺ ഓഫ് ദി ഫ്ലെയിം ഓവർ ദ മെറ്റൽ. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്സിജനും അസറ്റ്ലീനും മിക്സ് ചെയ്ത് ഗ്യാസ് വരുമ്പോൾ, മിക്സ്ഡ് ആയിട്ടുള്ള ഗ്യാസ് വരുമ്പോൾ നമ്മൾ അതിനെ ബേൺ ചെയ്ത്, അപ്പോൾ എന്തുണ്ടാവും, ഒരു ഫ്ലെയിം ഉണ്ടാവും. ആ ഫ്ലെയിം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എവിടെയാണോ നമുക്ക് വെൽഡിങ് നടത്തേണ്ടത് അവിടുത്തെ മെറ്റലിനെ ഫ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഫില്ലർ റോഡ് യൂസ് ചെയ്ത് ആ ഫില്ലർ റോഡിനെ ഉരുക്കി നമുക്ക് വെൽഡ് ചെയ്യേണ്ട ആ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒഴിക്കുന്നു. ഇനി ഈ ഓക്സി അസറ്റ്ലീൻ ഗ്യാസ് വെൽഡിങ് വെച്ച് നമുക്ക് വെൽഡിങ് മാത്രമല്ല നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, കട്ടിങ്, നമ്മൾ ഗ്യാസ് കട്ടർ എന്ന് പറയൂലേ. അപ്പൊ ഇത് വെച്ച് തന്നെ, ഇതേ സംഭവം വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, മെറ്റലിനെ കട്ട് ചെയ്യാനും. അങ്ങനെ ഒരു പർപ്പസും കൂടെ അവിടെ ഉണ്ട്. ഇനി ഇതിനു വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സ് എന്ന് പറയുന്നത് വെൽഡ് മെറ്റലിനെ ക്ലീൻ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഫ്ലെക്സ് മെൽറ്റ്സ്, സോൾഡിഫൈസ് ആൻഡ് ഫോംസ് എ സ്ലാഗ് സ്കിൻ ഓൺ ദി റിസൾട്ടന്റ് വെൽഡ് മെറ്റൽ. അതായത് ഫ്ലെക്സ് മെൽറ്റ് ചെയ്ത് സോൾഡിഫൈ ചെയ്ത് ഒരു നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം അതിന്റെ മുകളിലായിരിക്കും, അത് നമുക്ക് ചിപ്പ് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ സംഭവം കൂടെ ഉണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെന്റ്സ്, നമുക്ക് എങ്ങനെ ഗ്യാസ് വെൽഡിംഗ് അല്ലെങ്കിൽ ഓക്സി അസറ്റ്ലീൻ വെൽഡിംഗ് നമുക്ക് ചെയ്യാൻ നോക്കാം. ഒരു ഹൈ പ്രഷർ സിസ്റ്റമാണ് നമുക്ക് ഗ്യാസ് സിലിണ്ടർ എന്നുള്ള രീതിയിൽ പറയാം. ഒരു ഹൈ പ്രഷർ സിസ്റ്റം ഉണ്ട്, ലോ പ്രഷർ സിസ്റ്റം, ഇതെല്ലാം ഉണ്ട്. ആക്ച്വലി ഓക്സിജൻ ഹൈ പ്രഷറിലാണ് നമ്മൾ വെച്ചേക്കുന്നത്, ലൈക്ക് 125 kg/cm². പക്ഷെ അസറ്റ്ലീന് ഒരു പ്രശ്നമുണ്ട്. പ്യുവർ അസറ്റ്ലീൻ എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ് ആണ്, നമുക്ക് അതുകൊണ്ട് ഹൈ പ്രഷറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ സിലിണ്ടറിൽ എഴുതിയിരിക്കുന്നത് ഡിസോൾഡ് അസറ്റ്ലീൻ ആണ്. നമുക്ക് ഹൈ പ്രഷർ അറ്റൈൻ ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. സോ വി യൂസ് ഡിസോൾഡ് അസറ്റ്ലീൻ. അതായത് അസറ്റ്ലീനെ അസറ്റോണിൽ ഡിസോൾവ് ചെയ്ത് നമ്മൾ ഒരു എത്ര പ്രഷറിലാണ് വെച്ചേക്കുന്നത്, 16 kg/cm². ആ പ്രഷറിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്.
ഇനി ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെന്റ്സ് ഞാൻ പറഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ. അപ്പോൾ ഗ്യാസ് സിലിണ്ടറിന്റെ പ്രഷറാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിന്റെ കളർ, ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയുന്നത് ബ്ലാക്ക് പെയിന്റ് ആയിരിക്കും. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് പെയിന്റഡ് ഇൻ ബ്ലാക്ക്. നമ്മൾ ഇൻഡസ്ട്രിയൽ ഓക്സിജൻ സിലിണ്ടറിന്റെ കാര്യമാണ് പറയുന്നത്, നമ്മൾ മെഡിക്കൽ സിലിണ്ടറിന്റെ കാര്യമല്ല, ഇൻഡസ്ട്രിയൽ സിലിണ്ടർ. സോ ഓക്സിജൻ സിലിണ്ടർ ഈസ് പെയിന്റഡ് ഇൻ ബ്ലാക്ക്, മെയ്ഡ് ഓഫ് സ്റ്റീൽ ആയിരിക്കും. അസറ്റ്ലീൻ സിലിണ്ടറിന്റെ പെയിന്റ് എന്ന് പറയുന്നത് മെറൂൺ ആയിരിക്കും. അതും സ്റ്റീൽ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കളർ എപ്പോഴും എന്തായിരിക്കും? മെറൂൺ. അപ്പോൾ ഓക്സിജൻ ബ്ലാക്ക് കളറും അസറ്റ്ലീൻ സിലിണ്ടർ മെറൂൺ കളറാണ്. ഇനി വേറൊരു കാര്യമാണ്, നമുക്ക് ഈ സിലിണ്ടറിന്റെ മുകളിൽ ഒരു നമുക്കറിയാലോ ത്രെഡ് കാണും. അതായത് നമ്മൾ എന്താണ് വാൽവ്, കണക്ടർ, ഗ്യാസ് റെഗുലേറ്റർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ സാധാരണ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയൽ സിലിണ്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഗ്യാസ് സിലിണ്ടറിന്റെ മുകളിൽ എന്തുണ്ടായിരിക്കും? ആ കുറ്റി കണക്ട് ചെയ്യുന്ന എന്താണ്? ഒരു ത്രെഡ് ആണ് അല്ലെ? ഈ സിലിണ്ടറും വാൽവും, സിലിണ്ടർ വാൽവ്, പ്രഷർ വാൽവ് ഒക്കെ കണക്ട് ചെയ്യുന്ന ഈ ത്രെഡ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ലീതൽ സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക രീതിയിലായി ത്രെഡ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് അസറ്റ്ലീൻ സിലിണ്ടറിലെ ത്രെഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും. അതുപോലെ ഓക്സിജൻ സിലിണ്ടറിലെ റൈറ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും. അത് ആലോചിച്ച് കഴിഞ്ഞാൽ അസറ്റ്ലീൻ സിലിണ്ടറിൽ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും ഓക്സിജൻ സിലിണ്ടറിൽ എന്തായിരിക്കും? റൈറ്റ് ഹാൻഡ് ത്രെഡും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ കണക്ട് ചെയ്യുന്ന വാൽവും കണക്ടറും റെഗുലേറ്ററിനും ആ ഒരു എന്താണ് ത്രെഡിന് കോമ്പാക്റ്റബിൾ ആയിട്ടായിരിക്കും. അപ്പൊ അതായത് ഓക്സിജൻ സിലിണ്ടറിൽ കണക്ട് ചെയ്യേണ്ട റെഗുലേറ്റർ എടുത്ത് നമുക്ക് എന്താണ് അസറ്റ്ലീൻ സിലിണ്ടറിൽ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റത്തില്ല. കാരണം എന്താണ്? രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ത്രെഡുകളാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു എന്താണ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു സേഫ്റ്റിക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി റെഗുലേറ്റേഴ്സ് ഉണ്ട്. പ്രഷർ റെഗുലേറ്റേഴ്സ് ഇപ്പൊ വർക്കിംഗ് ഓക്സിജന് 1 kg/cm² ആണ്. വർക്കിംഗ് പ്രഷർ ഓഫ് അസറ്റ്ലീൻ എന്ന് പറയുന്നത് 0.15 kg/cm². ആണ്. അപ്പൊ ഇത് പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ ടോപ്പിലാണ് കണക്ട് ചെയ്യുന്നത്. ഇത് ഹൈ പ്രഷറിനെ എന്താണ് വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സ്പ്രിംഗ് ലോഡഡ് ഡയഫ്രം കാണും. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ എന്തെങ്കിലും സ്ക്രൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതിന്റെ പ്രഷർ, കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് വെൽഡ് ചെയ്യേണ്ട വർക്ക് പീസിന്റെ തിക്നെസ് അനുസരിച്ചായിരിക്കും നമുക്കിത് വർക്കേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വെൽഡിങ് ചെയ്യുന്ന പേഴ്സൺ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും. അപ്പൊ ഈച്ച് ഗ്യാസ് സിലിണ്ടർ ഈസ് പ്രൊവൈഡഡ് വിത്ത് 2 പ്രഷർ ഗേജസ്. 2 പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും. ഓരോ നമ്മൾ സിലിണ്ടറിനും 2 പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും. 1 gauge indicates the pressure of the gas inside the cylinder and the other indicates the pressure of the gas supplied to the blow pipe. ഓക്കെ, അപ്പൊ ഓരോ സിലിണ്ടറിലും 2 പ്രഷർ ഗേജസ് ആണ്. ഓക്സിജൻ സിലിണ്ടറിലും 2 പ്രഷർ ഗേജ് ആണ്, അസറ്റ്ലീൻ സിലിണ്ടറിലും 2 പ്രഷർ. ഒരു പ്രഷർ ഗേജിന്റെ യൂസ് എന്താണ്? അത് സിലിണ്ടറിനകത്തുള്ള ഗ്യാസിന്റെ പ്രഷർ കാണിക്കുന്നതും മറ്റേ പ്രഷർ ഗേജ് എന്താ കാണിക്കുന്നത്? നമ്മളെ ബ്ലോ പൈപ്പ് അല്ലെങ്കിൽ നമ്മളെ ടോർച്ച് എന്ന് പറയും. നമ്മളെ വെൽഡിംഗ് ടോർച്ചിലേക്ക് പോകുന്ന പ്രഷറിന്റെ ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ എത്രയാണ് പ്രഷർ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത പ്രഷർ ഗേജ്. ഇനി നെക്സ്റ്റ് ഹോസ്, അതായത് ഈ സിലിണ്ടറിൽ നിന്നും നമ്മുടെ വെൽഡിംഗ് ടോർച്ചിലേക്ക് പോകുന്ന ഹോസസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് വെൽഡിംഗ് ടോർച്ച്. ഓക്കെ, വെൽഡിംഗ് ടോർച്ച് മെയ്ഡ് ഓഫ് മെറ്റൽ ആണ്. അപ്പോൾ വെൽഡിംഗ് ടോർച്ചിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. വെൽഡിംഗ് ടോർച്ച് ഉണ്ട്. അപ്പോൾ വെൽഡിംഗ് ടോർച്ചിലാണ് നോസിൽ ടിപ്പ്. അപ്പോൾ നോസിൽ ടിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ ഫ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ നമ്മൾ അതുപോലെ തന്നെ പ്രഷർ ഗേജ് പോലെ തന്നെ ഒരു ഡിവൈസ് നമുക്ക്, അല്ലെങ്കിൽ നമ്മളെ റെഗുലേറ്റേഴ്സ് പറഞ്ഞല്ലോ, പ്രഷർ റെഗുലേറ്റർ പോലൊരു സാധനം നമുക്ക് എവിടെയുണ്ട്? നമ്മുടെ ഒരു കൺട്രോൾ വാൽവ് വെൽഡിംഗ് ടോർച്ചിലുമുണ്ട്. അപ്പോൾ നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ വെൽഡിംഗ് ടോർച്ച് അല്ലെ? വെൽഡിംഗ് ടോർച്ചിന്റെ ഒരു ഇതാണ്. ഇപ്പൊ 2 കണക്ടർ വന്നിട്ടുണ്ട്. ഈ കണക്ടറിൽ ഒന്നില് ഓക്സിജനും ഒന്ന് എന്തായിരിക്കും? അസറ്റ്ലീനും ആയിരിക്കും. ഓക്കെ, അപ്പൊ 2 വാൽവുകളുണ്ട്. അപ്പൊ ഈ 2 വാൽവുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു? അതിനെ റെഗുലേറ്റ് ചെയ്ത് നമ്മൾ ഓക്സിജന്റെ അളവ്
അതുപോലെ തന്നെ അസറ്റ്ലീൻ്റെ അളവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ അല്ലെ നമ്മൾ ഇതിലൂടെ വന്ന് നമ്മൾ ഇവിടെ വരുന്നു. ഇവിടെ മിക്സ്ചർ എന്ന് പറയുന്ന ഒരു ചേമ്പറാണ്. അപ്പൊ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടല്ലോ, ഓക്സിജൻ വരുന്നു, ദെൻ അസറ്റ്ലീൻ വരുന്നു. ഓക്കെ ആണോ? ഇവിടെ ഒരു മിക്സ് ചേമ്പർ ഉണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഈ രണ്ട് ഗ്യാസും കൂടെ മിക്സ് ആവും. അത് സിംഗിൾ ആയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് അതാണ് മിക്സർ എന്ന് പറയുന്നത്. ആ മിക്സറിൽ വന്ന് അല്ലെങ്കിൽ മിക്സിംഗ് ചേമ്പറിൽ വന്ന് ഇത് മിക്സ് ആയതിനു ശേഷമാണ് ഇത് ടിപ്പിലേക്ക് വരുന്നത്. ടിപ്പിൽ നിന്ന് വന്ന് ഇത് നോസിൽ ഇവിടേക്ക് വരുന്നു. ഇവിടെയാണ് നമ്മൾ ബേൺ ചെയ്ത് നമ്മൾ ആ ഫ്ലെയിം ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് ആ വെൽഡിംഗ് ടോർച്ചിന്റെ വെൽഡിംഗ് ടോർച്ച് അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മെയിൻ ആയിട്ടുള്ളത് വാൽവുകളുണ്ട്, രണ്ട് വാൽവുകളുണ്ട്. അതായത് ഈ ഓക്സിജന് അസറ്റ്ലീന്റെയും ഇൻഫ്ലോ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനുള്ള വാൽവുകളുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന മെയിൻ ആയിട്ട് വരുന്നത് ഒരു മിക്സ്ചർ ഉണ്ട്. ആ മിക്സ്ചറിൽ വന്നിട്ട് അസറ്റ്ലീനും ഓക്സിജനും കൂടെ കറക്റ്റ് ആയത് നമ്മൾ കൊടുക്കുന്ന റേഷ്യോയ്ക്ക് അനുസരിച്ച് മിക്സ് ആവുന്നു. അതാണ് നമ്മൾ ടിപ്പിൽ വന്ന് നോസിലെത്തി അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബേൺ ചെയ്ത് എടുക്കുന്നു. ഇതൊരു ടിപ്പിക്കലാണ്. ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂസസ് എ ഹൈ ടെമ്പറേച്ചർ ഫ്ലെയിം ഫ്രം ദ കമ്പഷൻ ഓഫ് അസറ്റ്ലീൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഈ മിക്സ്ചർ ഓഫ് അസറ്റ്ലീൻ ആൻഡ് ഓക്സിജൻ വരുന്നു. വെൽഡിംഗ് ടോർച്ച് ടിപ്പ് ഇവിടെ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ ഫ്ലെയിം ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫില്ലർ റോഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഫില്ലർ റോഡ് ഈ ഒരു ഫ്ലെയിമിൽ എന്ത് ചെയ്യുന്നു, ഉരുകി ബേസ് മെറ്റലിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സോൾഡിഫൈഡ് ആയിട്ടുള്ള വെൽഡ് മെറ്റൽ നമ്മളിത് വെൽഡ് ചെയ്ത് പോകുന്നു. ഇത് മോൾട്ടൻ വെൽഡ് മെറ്റൽ. ഓക്കെ, ടിപ്പിക്കൽ നമുക്കറിയാവുന്ന ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് തന്നെയാണ് ഓക്സിജൻ വെൽഡിംഗ്. ഇനി നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്, ഇതിൽ ഓക്സി അസറ്റ്ലീനിലെ ഫ്ലെയിം സെറ്റിംഗ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അല്ലെ, നമുക്കറിയാം ഓക്സിജനും അസറ്റ്ലീനും മിക്സ് ചെയ്ത് ബേൺ ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, അവിടെ ഹീറ്റ് റിലീസ് ചെയ്യുന്നത്. അല്ലെ, അത് ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് അസറ്റ്ലീൻ ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഓക്സിജൻ. അല്ലെ, C2H2 പ്ലസ് O2 is equal to CO2 plus H2O plus enormous amount of heat. ഇതാണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. ഓക്കെ, ഇത് കത്തിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഉണ്ടാവും എന്ന് പറഞ്ഞു. 3 ടൈപ്പ് ഫ്ലെയിമുകളാണ് നമുക്ക് ഉണ്ടാകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് പഠിക്കണം. 3 ടൈപ്പ് ഓഫ് ഫ്ലെയിമുകളാണ് ഉണ്ടാകുന്നത്. കാർബറൈസിംഗ് ഫ്ലെയിം അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ഫ്ലെയിം എന്ന് പറയും. ദെൻ ന്യൂട്രൽ ഫ്ലെയിം ആൻഡ് ഓക്സിഡൈസിംഗ് ഫ്ലെയിം. കാർബറൈസിംഗ് ഫ്ലെയിം അതായത് ഓക്സിജൻ ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്, ഫ്ലെയിം ഉണ്ടാകുന്നുണ്ട്. ആ ഫ്ലെയിം എന്താകുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി ചേഞ്ചസ് ഇൻ എ ലോങ് വൈറ്റ് ഇന്നർ ഏരിയ സറൗണ്ടഡ് ബൈ എ ട്രാൻസ്പാരന്റ് ബ്ലൂ എൻവലപ്പ് ഈസ് കോൾഡ് കാർബറൈസിംഗ് ഫ്ലെയിം. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ തിയററ്റിക്കലി അസറ്റ്ലീന്റെ സപ്ലൈ ആയിരിക്കും കൂടുതൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർബറൈസിംഗ്. അതായത് ഈക്വൽ പ്രൊപ്പോർഷൻ അല്ല, ഓക്സിജനെ അപേക്ഷിച്ച് അസറ്റ്ലീന്റെ സപ്ലൈ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്ലെയിമിനെയാണ് കാർബറൈസിംഗ് ഫ്ലെയിം അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ഫ്ലെയിം എന്ന് പറയും. ഓക്കെ, അപ്പോൾ റെഡ്യൂസിംഗ് ഫ്ലെയിം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 3 ഡിസ്റ്റിങ്ക്ട് സെക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഇന്നർ കോണ് കാണും, ഒരു ഔട്ടർ എൻവലപ്പ് കാണും, പിന്നെ ഒരു തേർഡ് സോണും കാണും. ഒരു ഔട്ടർ എൻവലപ്പിംഗ് സോണിനും ഒരു എക്സ്റ്റെൻഡ് ചെയ്തൊരു സോൺ കാണും. അപ്പം ഇറ്റ് ഈസ് വൈറ്റിഷ് ഇൻ കളർ ആൻഡ് ഈസ് കോൾഡ് എക്സസ് അസറ്റ്ലീൻ ഫെദർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം നോക്കാം. ഇവിടെ കാർബറൈസിംഗ് ഫ്ലെയിം, ബാക്കി 2 ഫ്ലെയിം നമുക്ക് പിന്നെ നോക്കാം. കാർബറൈസിംഗ് ഫ്ലെയിം അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ഫ്ലെയിം. അപ്പോൾ നമുക്ക് 3 ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഫ്ലെയിമുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ബ്രൈറ്റ് ലൂമിനസ് ഇന്നർ കോൺ. ഓക്കെ, രണ്ടാമത് വരുന്ന ഒരു അസറ്റ്ലീൻ ഫെദർ ആണല്ലോ. അല്ലെ, നമുക്ക് ഓക്സിജൻ കുറവാണ്, അല്ലെങ്കിൽ ഓക്സിജൻ കുറവ്, അസറ്റ്ലീൻ കൂടുതലായിട്ടുള്ള കാർബറൈസിംഗ് ഫ്ലെയിം ആണ്. അപ്പോൾ ഒരു ബ്രൈറ്റ് ലൂമിനസ് ഇന്നർ കോൺ, അത് കഴിഞ്ഞ് ഒരു അസറ്റ്ലീൻ ഫെദർ, അത് കഴിഞ്ഞ് മൂന്നാമതൊരെണ്ണം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, അതൊരു ബ്ലൂ എൻവലപ്പ്. അപ്പോൾ ഈ ഫ്ലെയിം കാണുമ്പോൾ നമുക്കറിയാം എന്താണെന്ന്, അസറ്റ്ലീൻ കൂടുതലായിട്ടുള്ള കാർബറൈസിംഗ് അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ഫ്ലെയിം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കി, അതിന്റെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 3000 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുന്നുണ്ട്. യൂസ്ഡ് ഫോർ വെൽഡിംഗ് ലോ അലോയ് സ്റ്റീൽ, മോണൽ മെറ്റൽ, നിക്കൽ എക്സെട്ര. ഇതൊക്കെ വെൽഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കാർബറൈസിംഗ് ഫ്ലെയിം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ന്യൂട്രൽ ഫ്ലെയിം. പേര് പോലെ തന്നെ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത് എന്താണ്,
equal amount of oxygen and acetylene are mixed and burned in a torch. അതായത് 1:1 റേഷ്യോയിൽ ഓക്സിജനും അസെറ്റ്ലീനും നമ്മൾ ബേൺ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇറ്റ് ഹാസ് എന്താണ് 3200 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ ഇവിടത്തെ കണ്ടല്ലോ ഇന്നർ കോൺ, ഒരു ഇന്നർ വൈറ്റ് കോൺ ഫ്ലെയിമും കാണും, ഒരു ഔട്ടർ ബ്ലൂ ഫ്ലെയിം എൻവലപ്പും കാണും. ഈ രണ്ടെണ്ണേ ഉള്ളൂ. നമ്മളെ കാർബറൈസിങ് റെഡ്യൂസിങ് ഫ്ലെയിമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ 3 എണ്ണം ഉണ്ട്, പക്ഷെ ഇവിടെ 2 ഫ്ലെയിമേ ഉള്ളൂ. ഒന്ന് ഇന്നർ കോൺ ആയിട്ടൊരു അല്ലെ, ഈ ഒരു ഇന്നർ വൈറ്റ് കളറിൽ ഒരു കോൺ ഫ്ലെയിമും കാണും, അതിന്റെ ഔട്ടർ ഒരു ബ്ലൂ ഫ്ലെയിം എൻവലപ്പും കാണും. ഓക്കെ ആണല്ലോ. ഇതാണ് ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്. ഇനി ന്യൂട്രൽ ഫ്ലെയിം ഞാൻ പറഞ്ഞ ഇത്രയും ഹീറ്റ് ഉണ്ട്. അത് എന്തൊക്കെ വെൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്? വെൽഡിങ് സ്റ്റീല്, അലുമിനിയം, കോപ്പർ, കാസ്റ്റ് അയൺ, ഇതൊക്കെ വെൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ അടുത്ത് ഓക്സിഡൈസിങ് ഫ്ലെയിം. പേര് പോലെ തന്നെ ഓക്സിജൻ കൂടുതൽ, അതായത് എമൗണ്ട് ഓഫ് ഓക്സിജൻ അസിറ്റിനേക്കാളും കൂടുതൽ വരുമ്പോഴാണ് ആ ഫ്ലെയിമിനെ നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയും. ഓക്കെ. ഓക്സിഡൈസിങ് ഫ്ലെയിം നോക്കിയേ, ഒരു ഇന്നർ കോൺ പോയിന്റഡ് ആയിട്ടുള്ളത് എന്തുണ്ട്? ഒരു ഇന്നർ കോൺ ഉണ്ട്. അത് കഴിഞ്ഞ് എന്തുണ്ട്? ഒരു ഔട്ടർ എൻവലപ്പ് ഉണ്ട്. പക്ഷേ എന്താണ്? വലിയ ഒരു എൻവലപ്പ് അല്ല, പക്ഷെ എന്താ? സ്മാൾ ആൻഡ് നാരോ ഔട്ടർ എൻവലപ്പ്. ഓക്കെ. ഇതാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഇവിടെ എക്സസ് ഓഫ് ഓക്സിജൻ ആണ് ഉണ്ടാവും. ഓക്കെ. ഓക്സിഡൈസിങ് ഫ്ലെയിം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ദ ഫ്ലെയിം ആദ്യം എന്ത് ചെയ്യുന്നു? ന്യൂട്രൽ കണ്ടീഷനിൽ കൊണ്ടുവരും, അതായത് 1:1 റേഷ്യോയിൽ കൊണ്ടുവരും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അസെറ്റ്ലീൻ വാൽവ് കുറച്ചാണ് എന്ത് ചെയ്യുന്നത്? എന്ത് ഉണ്ടാക്കുന്നത്? ഓക്സിഡൈസിങ് ഫ്ലെയിം ഉണ്ടാക്കുന്നത്. അത് ഓക്സിജൻ കൂടുതൽ വരുന്നു, അപ്പൊ അസെറ്റ്ലീൻ കുറച്ചാൽ മതി, അപ്പൊ എന്താ? ഓക്സിഡൈസിങ് കൂടുതൽ ഉണ്ടാകും. ഓക്കെ. അപ്പൊ ഫ്ലെയിമിന്റെ ഡിഫറൻസ് എന്താ? ഈ ഫിഗർ ആലോചിച്ച് വെച്ചേക്കുക. ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം ആൻഡ് കാർബണൈസിങ് ഫ്ലെയിം. ഈ ഫ്ലെയിംസിന്റെ ഫിഗർ കാണുമ്പോൾ തന്നെ മതി. കാർബണൈസിങ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഒരു ബ്രൈറ്റ് ലൂമിനസ് ഇന്നർ കോൺ, ദെൻ ഒരു അസെറ്റിലീൻ ഫെദർ, ദെൻ ഒരു ബ്ലൂ എൻവലപ്പ്. ഇവിടെ ന്യൂട്രൽ ഫ്ലെയിം വരുമ്പോൾ ഒരു ഇന്നർ കോൺ, ഒരു പോയിന്റഡ് ഇന്നർ കോൺ, വൈറ്റ് കളർ, ദെൻ ആൻ ഔട്ടർ ബ്ലൂ ഫ്ലെയിം എൻവലപ്പ്. ദെൻ ഓക്സിഡൈസിങ് ഫ്ലെയിം വരുമ്പോൾ ഇന്നർ കോൺ പോയിന്റഡ് ആണ്, ഔട്ടർ എൻവലപ്പ് സ്മോൾ ആൻഡ് നാരോ. പിന്നെ നമുക്ക് ഓക്സിഡൈസിങ് ഫ്ലെയിം തിരിച്ചറിയാൻ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഓക്സിഡൈസിങ് ഫ്ലെയിം ഭയങ്കര നോയ്സി ആയിരിക്കും. ഒരു എന്താണ്? നോയ്സിങ് ഉണ്ടായിരിക്കും ഓക്സിഡൈസിങ് ഫ്ലെയിം അല്ലെ. നമുക്ക് ഓക്സിജൻ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് അതായത് കൂടുതൽ ഫിയേഴ്സും കൂടുതൽ നോയ്സിയും ആയിരിക്കും. ഭയങ്കര നമുക്ക് എന്താണ്? സൗണ്ട് ഉണ്ടായിരിക്കും. ആ ഫ്ലെയിം കത്തുമ്പോൾ നമുക്ക് സൗണ്ട് കൂടുതലായിരിക്കും. ഓക്കെ. ഹയസ്റ്റ് ടെമ്പറേച്ചർ ആണ് 3400 ഡിഗ്രി സെൽഷ്യസ് ആണ്. യൂസ്ഡ് ഫോർ വെൽഡിങ്, ബ്രാസ്, ബ്രോൺസ് എക്സെട്ര. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നുണ്ട്. ഓക്സിഡൈസിങ് ഫ്ലെയിം യൂസ് ചെയ്യുന്നു. ഓക്കെ. ദെൻ ഓക്സി അസിറ്റിലീൻ വെൽഡിങ്ങിൽ ഒരു ടെക്നിക്സ് ആണ് ലെഫ്റ്റ് വേർഡ് ടെക്നിക്കും റൈറ്റ് വേർഡ് ടെക്നിക്കും എന്ന് പറഞ്ഞ രണ്ട് ടെക്നിക്. ഇതും കൂടെ ആകുമ്പോൾ നമുക്കൊരു എന്താണ് ഓക്സി അസിറ്റിലീൻ ഗ്യാസ് വെൽഡിങ്ങിന്റെ ടോപ്പിക് കഴിയും. ലെഫ്റ്റ് വേർഡ് ടെക്നിക്കും റൈറ്റ് വേർഡ് ടെക്നിക്കും. ഇതെന്തെന്ന് വെച്ചാൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന ടെക്നിക്ക്, അത് ടോർച്ച് എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നുള്ള അനുസരിച്ചിട്ടുള്ള രണ്ട് ടെക്നിക്കുകളാണ് ലെഫ്റ്റ് വേർഡ് ടെക്നിക്കും റൈറ്റ് വേർഡ് ടെക്നിക്കും. ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിനെ നമ്മൾ ഫോർവേഡ് അല്ലെങ്കിൽ ഫോർ ഹാൻഡ് വെൽഡിങ് ടെക്നിക്ക് എന്ന് പറയും. ഇവിടെ ടോർച്ച് ഫ്ലെയിം എവിടെ നിന്നാണ് പ്രോഗ്രസ് ചെയ്യുന്നത്? ഇസ് പ്രോഗ്രസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ടോർച്ച് ഫ്ലെയിം പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ പില്ലർ റോഡ് കണ്ടല്ലോ, പില്ലർ റോഡും അതേ ഡയറക്ഷനിൽ തന്നെ പോകുന്നു. പക്ഷെ പില്ലർ ഇത് പ്ലേസ് ചെയ്യുന്നതിനാണ് ഒരു എന്താണ്, നമ്മൾ ഇത് എത്ര ആംഗിളിൽ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ വെൽഡിന്റെ ക്വാളിറ്റി നമ്മൾ നിശ്ചയിക്കുന്നത്. ഓക്കെ. ഇവിടെ ലെഫ്റ്റ് വേർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ വേറെ പേര് ഫോർവേഡ് ഓർ ഫോർ ഹാൻഡ് വെൽഡിംഗ് ആണ്. ആലോചിക്കുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് വേർഡ് ടെക്നിക് ആണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റ് വേർഡ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വെൽഡിംഗ് പോവുകയാണ്. ഇവിടെ ടോർച്ച് 60 to 70 ഡിഗ്രി എന്താണ്
ഇൻക്ലിനേഷനിൽ വേണം ടോർച്ച് ഇരിക്കേണ്ട. പില്ലർ റോഡ് 30 to 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് ഇരിക്കണം. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്ക്. റൈറ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഇതിന് വേറെ പേര് വരുന്നത് ബാക്ക് ഹാൻഡ് ഓർ ബാക്ക്വേർഡ് ടെക്നിക്ക് എന്ന് പറയും. ഇവിടെ വെൽഡിംഗ് എങ്ങനെയാണ്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പ്രോഗ്രസ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് നമ്മുടെ ടോർച്ച് ഇരിക്കുന്നത് എങ്ങനെയാണ്? 40 to 50, മറ്റേതിനേക്കാളും ഇൻക്ലിനേഷൻ കുറവാണ്. 40 to 50 ഡിഗ്രിയിൽ ടോർച്ച് ഇൻക്ലൈൻ ചെയ്തിരിക്കണം. ഫില്ലർ റോഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സെയിം തന്നെയാണ്, 30 to 40 ഡിഗ്രിയാണ്. ഇനി ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് തിക്നെസ് കുറഞ്ഞ, അതൊരു അപ് ടു 5 mm തിക്നെസ് ഉള്ള കാസ്റ്റ് അയൺ അല്ലെങ്കിൽ നോൺ ഫെറസ് ഒക്കെ മെറ്റൽസ് ഒക്കെ വെൽഡ് ചെയ്യാൻ നമ്മൾ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? മുകളിൽ പറയുന്ന ലെഫ്റ്റ് വേർഡ് ടെക്നിക്കാണ്. റൈറ്റ് വേർഡ് ടെക്നിക്ക്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന വെൽഡിങ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് മുകളിൽ അല്ലെ 5 mm തിക്നെസ്സിന് മുകളിലുള്ള തിക്ക് സെക്ഷനൊക്കെ നമ്മൾ വെൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? റൈറ്റ് വേർഡ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് രണ്ട് ടെക്നിക്ക് നമ്മൾ ഓക്സിയസിലിംഗ് ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇൻക്ലിനേഷൻ ആണ്. ലെഫ്റ്റ് വേർഡിലെ ടോർച്ച് ഇരിക്കുന്നത് 60 to 70 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്ലൈൻ ചെയ്യുന്നുണ്ട്. ഇത് 30 to 40 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് വേർഡ് ടെക്നിക്കിൽ 40 to 50 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്നുണ്ട്. ഇത് 30 to 40 ഡിഗ്രിയിൽ തന്നെയാണ് ഫില്ലർ റോഡ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് 5 mm തിക്നെസ് വരെയുള്ള വെൽഡിങ്, 5 mm മെറ്റൽ തിക്നെസ് വരെയുള്ള തന്നെ വെൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇത് എബോ 5 mm തിക്നെസ്സിനുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് വേർഡ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഓക്സിയസിലിംഗ് ഗ്യാസിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടെ നോക്കിയിട്ട് നമുക്കിത് നിർത്താം. അതായത് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ലോ കോസ്റ്റ് ആണ്, സെൽഫ് സഫിഷ്യന്റ്, പോർട്ടബിൾ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ക്യാൻ വെൽഡ് മോസ്റ്റ് കോമൺ മെറ്റീരിയൽസ്. ദെൻ ഫ്ലെയിം ടെമ്പറേച്ചർ നമുക്ക് വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈസിലി കൺട്രോളബിൾ ആണ്. നമുക്ക് വാൽവേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ, റിപ്പയർ വർക്കിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷോർട്ട് പ്രൊഡക്ഷൻ റൺസിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതലും നമുക്ക് ഷീറ്റ് മെറ്റൽ ജോയിനിങ്, തിൻ മെറ്റൽ ഷീറ്റ്, തിൻ സ്മോൾ ട്യൂബ്, സ്മോൾ പൈപ്പ്, അസംബ്ലി, ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഗ്യാസ് വെൽഡിങ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഓക്സിജൻ ആൻഡ് അസിഡിലിംഗ് ഗ്യാസസ് എക്സ്പെൻസീവ് ആണ്. അത് ഒരു ഇതാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തീർന്നു പോവുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആണ് ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സേഫ്റ്റി പ്രോബ്ലം ഉണ്ട്. ഹാൻഡ്ലിങ്ങും സ്റ്റോറിങ്, ഞാൻ പറഞ്ഞ പോലെ പ്രഷർ അല്പം കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ ചേഞ്ചസ് വരികയാണെങ്കിൽ അസറ്റിലീൻ എന്താണ്? എക്സ്പ്ലോസീവ് ആണ്, എക്സ്പ്ലോസീവ് നേച്ചറാണ്. അതുകൊണ്ട് അത് ഹാൻഡ്ലിങ്ങും സ്റ്റോറിങ്ങിനൊക്കെ ഭയങ്കര ഒരു റിസ്ക് വരുന്ന സേഫ്റ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. ദെൻ തിക്ക് സെക്ഷൻ, ഭയങ്കര തിക്ക് സെക്ഷൻ ഒന്നും നമുക്ക് വെൽഡ് ചെയ്യാൻ ഓക്സിയസിലിംഗ് വെൽഡിങ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയ്ക്കും ഒരു ഹീറ്റ് റേഞ്ചിലേക്ക് കൊണ്ടുവരാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫ്ലെയിം കോൺസെൻട്രേറ്റഡ് അല്ല, പോയിന്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഡിസ്റ്റോർഷനും അതിന് ചുറ്റും എന്താണ് നമുക്കൊരു ഒരു നീറ്റായിട്ടൊരു വെൽഡിങ് നമുക്ക് അതിന് കിട്ടത്തില്ല അല്ലെ. അതിന് ചുറ്റും എന്താണ് വെൽഡ് സ്പ്ലാറ്ററും മെറ്റൽ സ്പ്ലാറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു അഡീഷണൽ നമുക്കത് ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് വേറൊരു ക്ലീനിങ് പർപ്പസ് ഒക്കെ വേണ്ടി വരും. കോൺസെൻട്രേറ്റഡ് അല്ല ഫ്ലെയിം എന്ന് പറയാം. പിന്നെ ചില മെറ്റൽസുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓക്സിയസിലിംഗ് വെച്ച് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റില്ല. ചില റിയാക്ടിങ് ആയിട്ടുള്ള ടൈറ്റാനിയം, സിർക്കോണിയം, അതുപോലെ റിഫ്രാക്റ്റീവ് മെറ്റൽസ്, കൊളംബിയം, മോളിബ്ഡിനം, ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് ഈ ഒരു വെൽഡിങ് ടെക്നിക്ക് വെച്ച് നമുക്ക് പറ്റില്ല. അത് ചിലത് ബേൺഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ചിലത് കത്താൻ സാധ്യതയുള്ള മെറ്റൽസ്, അങ്ങനെയൊക്കെയുള്ള മെറ്റൽസ്, എക്സ്പ്ലോസീവ് മെറ്റൽസ്, അങ്ങനെയൊന്നും ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മെത്തേഡ് വെച്ച് വെൽഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതർ ഫ്യൂവൽസ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഓക്സിയസിലിന് പകരം നമുക്ക് എന്താണ് ഓക്സിജൻ, പ്രൊപ്പെയിൻ, ഓക്സിജൻ, ബ്യൂട്ടേൻ, നാച്ചുറൽ ഗ്യാസ്, ഹൈഡ്രജൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോവർ ടെമ്പറേച്ചർ ആണ്. ഇറ്റ്സ് 2000 ഡിഗ്രി സെൽഷ്യസ് ടു 2500 ഡിഗ്രി സെൽഷ്യസ് വരെ കിട്ടും. അപ്പൊ 3000 മുകളിലോട്ടൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്
നമുക്ക് ഈ ഓക്സി അസെറ്റിലീൻ തന്നെ. അതുപോലെ തന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞ ഓക്സി അസെറ്റിലീൻ ഫ്ലെയിം കട്ടിങ് യൂസ് ചെയ്യും അല്ലെ. ഓക്സിജൻ ഗ്യാസ് നമുക്ക് കട്ടിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കട്ടിങ്ങിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെൽഡിംഗ് ടിപ്പും കട്ടിംഗ് ടിപ്പും വ്യത്യാസമാണ്. നമുക്ക് ആ ടിപ്പ് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന്റെ പ്രോസസ്സ് മാറ്റാം. അപ്പോൾ ഓക്സി അസെറ്റിലീൻ ഫ്ലെയിം കട്ടിങ്ങിനും വെൽഡിങ്ങിനും, ഇപ്പോൾ വെൽഡിങ്ങിനാണെങ്കിൽ വെൽഡിംഗ് ടിപ്പ് എന്ന് പറയുന്നത് സിംഗിൾ ഹോൾ ആണ്, കണ്ടെയ്ൻസ് ഓൺലി വൺ ഹോൾ ഇൻ ദ സെന്റർ ഓഫ് ദി ടിപ്പ് ത്രൂ വിച്ച് ദി മിക്സ്ചർ ഓഫ് അസെറ്റിലീൻ ആൻഡ് ഓക്സിജൻ ഗ്യാസസ് ഫ്ലോ അല്ലെ. അതായത് നമ്മൾ ആ നോസിൽ നമുക്ക് ടോർച്ചിന്റെ ടിപ്പിൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓപ്പണിങ്ങേ ഉള്ളൂ, സിംഗിൾ ഹോളേ ഉള്ളൂ. അതിൽ കൂടെയാണ് ഈ കാർബൺ മീൻസ് ഓക്സിജനും അസെറ്റിലീനും കൂടെ മിക്സ്ചർ ആയിട്ട് ഒരുമിച്ചാണ് വരുന്നത്. അതാണ് നമ്മൾ വെൽഡിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ കട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത് ടിപ്പ് എന്ന് പറയുന്നത് സെന്ററിൽ ഒരു ഹോളും കാണും, അതിന് ചുറ്റും എന്താണ് ഒരു 4-5 ഹോളുകൾ വേറെ. ആ ടിപ്പിന് എന്ന് പറഞ്ഞാൽ ടിപ്പിന്റെ സെൻട്രലായിട്ടൊരു ഹോളുണ്ട്, അല്ലാതെ തന്നെ അതിന് ചുറ്റുമായിട്ട് വീണ്ടും എന്തുണ്ടാവും, ഒരു 3-4 ഹോൾസ് ഉണ്ടാവും. ഇവിടെ എന്താന്ന് വെച്ചാൽ സെൻട്രൽ ഹോളിൽ കൂടെ പ്യുവർ ഓക്സിജൻ വരും, അതുപോലെ തന്നെ മറ്റ് അതിന് ചുറ്റുമുള്ള ഹോൾസിലൂടെ എന്ത് വരും, ഓക്സി അസെറ്റിലീൻ മിക്സ്ചർ കൂടെ വരും. വെറും അസെറ്റിലീൻ അല്ല, ഓക്സി അസെറ്റിലീൻ മിക്സ്ചർ കൂടെ വരും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ വെൽഡിംഗ് ടിപ്പ് എന്ന് വെച്ചാൽ കണ്ടെയ്ൻസ് ഓൺലി വൺ ഹോൾ ഇൻ ദ സെന്റർ ഓഫ് ദി ടിപ്പ് ത്രൂ വിച്ച് ദി മിക്സ്ചർ ഓഫ് acetylene and oxygen gases flow, whereas in the flame cutting tip contains a center hole through which pure oxygen ആണ് actual cutting flow നടത്തുന്നത്. And there are also several concentric hole. ഇതിന് ചുറ്റും എന്തുണ്ട്, കോൺസെൻട്രിക് ഹോൾസ് ഉണ്ട് ഈ സെൻട്രൽ ഹോളിന് അതിന് ചുറ്റും. അതിലൂടെ വരുന്ന എന്താണ്, മിക്സ്ചർ ഓഫ് ഓക്സി അസെറ്റിലീൻ മിക്സ്ചർ അതിലൂടെ വരും. ആക്ച്വലി അത് എന്ത് ചെയ്യുന്നു, അത് പ്രീഹീറ്റ് ചെയ്യണം, മെറ്റലിനെ പ്രീഹീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് രണ്ടിൻ്റെയും വ്യത്യാസം. നമ്മൾ കട്ടിങ്ങിനും വെൽഡിങ്ങിനും സെയിം എന്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓക്സി അസെറ്റിലീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ വ്യത്യാസം എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ ടോർച്ചിന്റെ ടിപ്പിലാണ്. വെൽഡിംഗ് ടിപ്പിൽ ഒറ്റ ഹോള് അതിൽ കൂടെ ഓക്സി അസെറ്റിലീൻ മിക്സ്ചർ വരും. കട്ടിംഗ് ടിപ്പ് എന്ന് വെച്ചാൽ സെന്റർ ഒരു എന്തുണ്ട്, ഒരു ഹോളുണ്ട്, അതിലൂടെ പ്യുവർ ഓക്സിജൻ വരും, അതിന് ചുറ്റും കോൺസെൻട്രിക് ആയിട്ട് നമ്പർ ഓഫ് സ്മോൾ other holes are there through which oxy acetylene mixture comes. ഇതാണ് ഓക്സി അസെറ്റിലിന്റെ വെൽഡിങ്ങിന്റെ കട്ടിങ്ങിന്. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതിന്റെ എക്യുപ്മെന്റ്സ്, പ്രഷർ റെഗുലേറ്റർ, പ്രഷർ ഗേജസ്, വെൽഡിംഗ് ടോർച്ച്, അതിന്റെ വെൽഡിംഗ് ടോർച്ച് എങ്ങനെയാണ് ഇരിക്കുന്നത്. ദെൻ മെയിൻ ആയിട്ട് നോക്കുന്നത് ഫ്ലെയിം ആണ്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് 3 ടൈപ്പ് ഫ്ലെയിം ആണുണ്ട്. 3 ടൈപ്പ് ഫ്ലെയിമിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് മെറ്റലിനെ വെൽഡ് ചെയ്യണമെന്ന് നോക്കുന്നത്. അതിന്റെ കോൺസെൻട്രേഷൻ, അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ എന്താണ് ആ ഫ്ലെയിമിന്റെ നേച്ചർ എന്ന് പറയുന്നത്, ആ ഫ്ലെയിം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറയുന്നത്. ഈ 3 ടൈപ്പ് ഫ്ലെയിമുകൾ, neutral flame, oxidizing flame and carburizing flame. Then 2 techniques for gas welding, leftward technique and rightward technique. അപ്പോൾ ഇതിന്റെ എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്, അതിന്റെ ഇൻക്ലിനേഷനിൽ വരുന്ന, ടോർച്ചിന്റെ ഇൻക്ലിനേഷനിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വെൽഡിങ്ങിന്റെ അടുത്ത വെൽഡിങ്, ഇത് നമ്മൾ പറഞ്ഞ പോലെ ഗ്യാസ് വെൽഡിങ് ഒരു പ്രിമിറ്റീവ് ടൈപ്പാണ്. നമ്മൾ നെക്സ്റ്റ് ഇതെന്താണ് അടുത്ത ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് എന്നുള്ള സെക്ഷനിലേക്ക്, നമുക്ക് അടുത്ത വെൽഡിംഗ് ടെക്നിക്കിലേക്ക് നമുക്ക് വരാം. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്.